അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, 2024 ഓഗസ്റ്റ് മാസം നടക്കുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2022-23 വർഷത്തിൽ നടത്തിയ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്നിച്ചിരുത്തി സൂറത്ത് നബയിലെ 38, 39, 40 എന്നീ ആയത്തുകൾ മുഴുവനും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. അക്ഷരശുദ്ധിക്ക് 25 മാർക്ക്, നടത്തി ഓത്തിന് 25 മാർക്ക്. ഹിഫ്ളില് മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക. സൂറത്തുൽ ഫാത്തിഹ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ അവസാനം വരെ. ഷഹാദത്ത് കലിമ രണ്ടും മുഴുവനായിട്ട് ഉസ്താദിന് ഓതിക്കൊടുക്കുക, ചൊല്ലിക്കൊടുക്കുക. 20 മാർക്ക്. ഇനി നമുക്ക് ലിസാനുൽ ഖുർആന്റെ ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തത് നുവഫിക്ക് യോജിപ്പിക്കാം. ബാബുൻ, കുഫുലുൻ, മിഫ്താഹുൻ, സരീറുൻ, കുർസിയുൻ. ബാബുൻ, കുഫുലുൻ, മിഫ്താഹുൻ, സരീറുൻ, കുർസിയുൻ, ജിദാറുൻ, സുല്ലമുൻ. ഈ കോളത്തിൽ കട്ടില്, കസേര, ചുമര്, കോണി, ചീര, വാതിൽ, പൂട്ട് ഇവ ശരിയായ അർത്ഥം യോജിപ്പിച്ച് എഴുതുക. ഓരോന്നിനും 2 മാർക്ക്. അടുത്തത് നുജീബ് ഫിൽ ലുഗത്തിൽ അറബിയ. അറബിയിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. മഹാദ, ഹാദ ഫനസുൻ, അതേപോലെ മഹാദ. ഓരോന്നിനും ഉത്തരം അറബിയിൽ എഴുതണം. 3 നോരിബ് അറബിയാക്കാം. ഇത് എൻ്റെ ടവലാണ്, ഇതെൻ്റെ നഖമാണ്, ഇതെൻ്റെ പിരടിയാണ്, ഇതെൻ്റെ മൂക്കാണ്. ഓരോന്നും അറബിയിൽ എഴുതുക. ഓരോന്നിനും 3 മാർക്ക്. 4 മുത്തർജിമു, അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക. അന ദാരിസുൻ, ജവാലി, ഇസാരി, ഹാദ മിർസമൻ. ഇനി അടുത്തത് അഖീദയുടെ ചോദ്യപേപ്പറാണ്. 1 ഈമാൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടത് പൂർത്തിയാക്കാം. 1 അള്ളാഹുൽ വിശ്വസിക്കുക. 2, 3, 4, 5 കുട്ടികൾ എഴുതണം. 6ാമത്തെ അവിടെ ഉണ്ട്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അടുത്ത ടൈപ്പ് ചോദ്യം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ മാത്രം. നൽകുന്നത് കൂട്ടുകാരില്ല, ജീവിപ്പിക്കുകയും ആഹാരം സർവശക്തനാണ്. 1 എല്ലാ ജീവികൾക്കും ഡാഷ് നൽകുന്നത് അള്ളാഹുവാണ്. 2 അള്ളാഹു ഡാഷ് മരിപ്പിക്കുകയും ചെയ്യുന്നു. 3 എല്ലാ കഴിവുകളും ഡാഷ് അള്ളാഹുവാണ്. 4 അള്ളാഹു ഉദ്ദേശിച്ചത് ഡാഷ് ഉണ്ടാവുകയുള്ളൂ. 5 അള്ളാഹുവിന് ഡാഷ്. 6 അള്ളാഹു. അവിടെ വിട്ട ഭാഗം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. ഇനി പൂർത്തിയാക്കാം. 1 ആരാധനയ്ക്ക് അർഹൻ ഡാഷ്. 2 അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ഡാഷ്. 3 മുസ്ലിങ്ങളെ അള്ളാഹു ഡാഷ്. 4 മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഡാഷ്. 4 ഉത്തരം എഴുതാം. ആരാണ് മുസ്ലിങ്ങൾ? അതിൻ്റെ ഉത്തരം എഴുതണം. 2 മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? 3 ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? 5 നോക്കി എഴുതാം. സാക്ഷ്യപ്പെടുത്തുന്നു ആരാധ്യൻ. 2 വിദ്യാർത്ഥികൾ പകർത്തി എഴുതുക. അടുത്ത ചോദ്യപേപ്പർ അഖ്ലാഖ്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായവ എടുത്ത് പൂരിപ്പിക്കുക. തന്നെ വേണം, സ്നേഹിക്കണം, അനുസരിക്കണം, പ്രവേശിക്കും, ധരിച്ചു, ധരിപ്പിച്ചു, പ്രസവിച്ചു, വളർത്തി. ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ഡാഷ്. വേദനിച്ചു ഡാഷ്. കഷ്ടപ്പെട്ടു ഡാഷ്. കുളിപ്പിച്ചു വസ്ത്രം ഡാഷ്. എത്ര വലുതായാലും നമുക്ക് എല്ലാത്തിനും ഉമ്മ ഡാഷ്. അതിനാൽ നാം ഉമ്മയെ നന്നായി ഡാഷ്. ഉമ്മ പറയുന്നതെല്ലാം ഡാഷ്. എങ്കിൽ നാം സ്വർഗത്തിൽ ഡാഷ്. 2 ശരിയായവക്ക് ശരിയെന്നും
തെറ്റിന് തെറ്റി എന്നും അടയാളപ്പെടുത്താം. നബീൽ മോൻ ഉസ്താദിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. അതിന് ശരിയായത് ശരിയെന്ന് ടിക്ക് ചെയ്യുക, തെറ്റിന് തെറ്റിയെന്ന് മാർക്ക് ചെയ്യുക. 2. നജീബ് മോന് ഉമ്മയോട് സലാം പറഞ്ഞു. 3. നാസി മോൻ വലിയവരെ ബഹുമാനിക്കുന്നു. 4. നാജി മോൻ ഉപ്പയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല. 5. നൗഫൽ മോൻ മുതിർന്നവരെ അനുസരിക്കുന്നില്ല. ഉത്തരം എഴുതാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്നവരുടെ പേര് എന്ത്? 2. ഇമാം നബി റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ ദുആ ചെയ്തത് എന്ത്? 3. പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത്. മകനെ കണ്ട ഉമ്മ ചോദിച്ചു എന്ത്? 4. മകൻ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്ത്? ഇനി അടുത്ത ഫിഖ്ഹാണ്. 1. യോജിച്ച വാക്ക് ചേർത്ത് പൂർത്തിയാക്കാം. വുളൂഇന്റെ പ്രവർത്തനങ്ങൾ. മുൻകൈ 2 3 തവണ ഡാഷ്. ബ്രഷ് ഡാഷ്. വായിൽ വെള്ളം ഡാഷ്. മുഖം 3 തവണ ഡാഷ്. 2 കൈകളും മുട്ടുകൾ ഡാഷ്. തല 3 തവണ ഡാഷ്. ചെവി 2 ഒന്നിച്ച് 3 തവണ ഡാഷ്. 2 കാലുകളും ഞെരിയാണികൾ ഡാഷ്. 2 വ്യക്തമാക്കാം. മുൻകൈ 2 3 തവണ കഴുകുമ്പോൾ കഴുകേണ്ട നിയ്യത്ത്. 2 മുഖം 3 തവണ കഴുകുമ്പോൾ കരുതേണ്ട നിയ്യത്ത്. 3 നിസ്കാരത്തിലെ സ്ത്രീയുടെ ഔറത്ത്. 4 നിസ്കാരത്തിലെ പുരുഷന്റെ ഔറത്ത്. ഇനി അടുത്തത് 2 വീതം എഴുതാം. 1 ഇസ്ലാം കാര്യങ്ങൾ 2 കാര്യങ്ങൾ എഴുതുക. നജസ്സുകൾ 2 കാര്യങ്ങൾ എഴുതുക. 3 ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ 2 പേരുകൾ എഴുതുക. 4 ഉത്തരം എഴുതാം. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ഇതോടുകൂടി എല്ലാ വിഷയത്തിൻ്റെയും ഒരു ചോദ്യപേപ്പർ നമ്മൾ പരിചയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.